ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാജസൂയം എന്ന മഹായാഗത്തെക്കുറിച്ചും ശ്രീകൃഷ്ണനോട് കയർത്ത് സംസാരിക്കുന്ന ശിശുപാലന്റെ അഹങ്കാരത്തെക്കുറിച്ചും ആണ്. കൂടാതെ ദിഗ്വിജയം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ. എങ്കിൽ നേരെ കഥയിലേക്ക് കടക്കാം. ജരാസന്ധവധവും നൃപന്മാരുടെ മോചനവും പാണ്ഡവരുടെ പ്രശസ്തിയെ ഒരുപാട് വർദ്ധിപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്താൽ. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് മഹാഭാരത കഥകൾ പറയുന്നത് തുടരുകയാണ്. രാജസൂയം എന്ന മഹായജ്ഞം നടത്തണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട്, ഒരുപാട് സാധനങ്ങൾ വേണം, ഒരുപാട് പേരെ ക്ഷണിക്കണം. എന്തായാലും സഹോദരന്മാരായ 5 പേരും ഒറ്റക്കെട്ടായി അതിനായിട്ട് പുറപ്പെടുകയാണ്. കൂടെ എല്ലാത്തിനും തുണയായി ഭഗവാനായ ശ്രീകൃഷ്ണനും നാരായണനും. അങ്ങനെ അർജുനൻ വടക്ക് ദിക്കിലേക്ക് ദിഗ്വിജയത്തിന് പോകാൻ തീരുമാനിച്ചു. തെക്കേ ദിക്കിലേക്ക് സഹദേവനും, മിടുക്കനായ സഹദേവനും, കിഴക്ക് ദിക്കിലേക്ക് ഭീമനും, പടിഞ്ഞാറേ ദിക്കിലേക്ക് നകുലനും പുറപ്പെട്ടു. വടക്ക് ഭാഗത്തുള്ള പ്രാഗ്ജ്യോതിഷപുരത്തെ ഭഗദത്തൻ എന്ന രാജാവിനെ പിടിച്ചു കെട്ടിയ അർജുനൻ കപ്പം ആവശ്യപ്പെട്ടു. നികുതിയാണ് പിരിച്ചെടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് രാജാക്കന്മാരെ അർജുനൻ പിടിച്ചു കെട്ടി. ദിഗ്വിജയം എന്നാൽ ദിക്കുകളെ പിടിച്ചു കെട്ടുന്നവർ എന്നാണ്. രാജാക്കന്മാരെ തോൽപ്പിച്ച് കപ്പം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം രാജസൂയ യാഗത്തിന് വേണ്ടി. ഭഗദത്തൻ അർജുനന്റെ പാടവം കണ്ട് അന്തം വിട്ടു നിന്നു. തന്റെ പരാജയം സമ്മതിക്കുകയും ഒരുപാട് സമ്മാനങ്ങളും പണവും രത്നങ്ങളും അർജുനന് സമ്മാനമായി നൽകുകയും ചെയ്തു. സന്തുഷ്ടനായ ഭഗദത്തൻ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു: നീ ഇന്ദ്രന്റെ പുത്രനല്ലേ, ഒട്ടും മോശമാവില്ല. ഇന്ദ്രന്റെ പാടവമൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നിൽ സന്തുഷ്ടനായി. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. രാജസൂയ യജ്ഞത്തിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്യാം. തുടർന്ന് ഉലൂക രാജ്യത്ത് പോയി ബൃഹന്തനെ പിടിച്ചു കെട്ടി. അദ്ദേഹത്തിനും സന്തോഷമായി. അർജുനന് വേണ്ടതെല്ലാം അദ്ദേഹവും നൽകി. തുടർന്ന് സേനാബിന്ദുവിനെ പിടിച്ചു കെട്ടി. അങ്ങനെ അനേകം രാജാക്കന്മാരെ അർജുനൻ തന്റെ അസ്ത്രപാടവം കൊണ്ട് പിടിച്ചു കെട്ടുകയും കപ്പം പിടിച്ചെടുക്കുകയും അവർ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. മോദാപുരം, വാമദേവം, സൂസാങ്കുലം, ഉത്തരോലുകം തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചുകെട്ടി. പൗരവൻ എന്ന രാജാവിനെയും പർവ്വതങ്ങളുടെ താഴെ താമസിച്ചിരുന്ന 7 മ്ലേച്ഛന്മാരുടെ വർഗങ്ങളെയും അദ്ദേഹം പിടിച്ചുകെട്ടി. ലോഹിതൻ എന്ന രാജാവിനെയും കാശ്മീരിലെ പ്രമുഖരായ ക്ഷത്രിയ വംശ രാജാക്കന്മാരെയും അർജുനൻ പിടിച്ചുകെട്ടി. എല്ലാവരും അർജുനന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു. ഒരുപാട് സമ്മാനങ്ങളും രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ അർജുനൻ അവർ നൽകുകയും രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വടക്ക് ഭാഗത്തുള്ള ഏകദേശം രാജ്യങ്ങളും രാജാക്കന്മാരെയും അർജുനൻ പിടിച്ചുകെട്ടി. ഗുഹ്യകന്മാരെ പരാജയപ്പെടുത്തി ധവളഗിരിയിൽ സൈനിക താവളം സ്ഥാപിക്കുകയും ചെയ്തു അർജുനൻ. അങ്ങനെ പാർത്ഥൻ എന്ന അർജുനൻ കൈലാസത്തിലെ മാനസ സരോവരത്തിൽ എത്തിച്ചേർന്നു. ദിവ്യവസ്ത്രങ്ങളും മാൻതോലും ഭൂഷണങ്ങളും രാജാക്കന്മാർ അർജുനന് നൽകി. അതെല്ലാം യുധിഷ്ഠിരന്റെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച് ജ്യേഷ്ഠനെ നമസ്കരിച്ചു അർജുനൻ. തുടർന്ന് ഭീമന്റെ വിളയാട്ടമായിരുന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ ഒരുപാട് രാജാക്കന്മാരെ അദ്ദേഹം നിലത്തിട്ടടിച്ചു. എല്ലാവരും അടിയറവ് പറഞ്ഞ് രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. അതിൽ സുധർമാവും ദശാർണ രാജാവും ഉൾപ്പെടും. സുധർമാവിന്റെ ശൂരത കണ്ട് സുധർമാവിനെ തന്റെ സേനാപതിയാക്കി ഭീമൻ. ഭീമന്റെ യുദ്ധമൊക്കെ കണ്ട് ഭയന്ന് വിറച്ച ശിശുപാലൻ അടിയറവ് പറഞ്ഞ് ഭീമന്റെ ഒപ്പം കൂടി കരം നൽകുകയാണ് ഉണ്ടായത്. ബൃഹത് ബലൻ, ദീർഘയജ്ഞൻ, ശ്രേണിമാൻ തുടങ്ങിയ രാജാക്കന്മാരെ ഭീമൻ തോൽപ്പിച്ചു. അങ്ങനെ യുധിഷ്ഠിരന്റെ അടുത്തെത്തിയ ഭീമൻ താൻ വെട്ടിപ്പിടിച്ചതെല്ലാം ജ്യേഷ്ഠന്റെ മുമ്പിൽ വെച്ച് കാലുപിടിച്ച് നമസ്കരിച്ചു. തോൽപ്പിച്ച രാജാക്കന്മാരെല്ലാവരും തന്നെ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കാമെന്ന് ഭീമന് വാക്കു നൽകുകയും ചെയ്തു. തുടർന്ന് സഹദേവന്റെ ഊഴമാണ്. സഹദേവൻ തെക്കുദിക്കിലെത്തി മധുര എന്ന വലിയ രാജ്യത്തെ ജയിച്ചു. മത്സ്യദേശവും ജയിച്ചു. നിഷാദഭൂമി, ഗോശൃംഗപർവ്വതം, നരരാഷ്ട്രം തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കുകയും രാജാക്കന്മാരെ സാമന്തരാക്കി തീർക്കുകയും ചെയ്തു സഹദേവൻ. കുന്തിയുടെ പിതാവായ കുന്തിഭോജനെയും വെറുതെ വിട്ടില്ല സഹദേവൻ. തുടർന്ന് കിട്ടിയ കപ്പവും എല്ലാം പാണ്ഡ്യരാജാവിനെ അടക്കം മുട്ടുമടക്കിച്ചിട്ടാണ് വരവ്.
എല്ലാ സാധനങ്ങളും ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ കാൽക്കൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് ഉണ്ടായത്. പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയ നകുലൻ അവിടുത്തെ രാജ്യങ്ങളായ രോഹിതകം, ദശാർണം, ത്രികർത്തം, അമ്പഷ്ടം, മാളവം, പഞ്ചകർപ്പടം തുടങ്ങിയ പ്രദേശങ്ങളിൽ വെന്നിക്കൊടി പറത്തി. അമ്മാവനായ, അതായത് മാതുലനായ ശല്യരടക്കം നകുലനെ നമിക്കുകയും എല്ലാം നൽകുകയും ചെയ്തു. കിട്ടിയ സാധനങ്ങളൊക്കെ ജ്യേഷ്ഠനെ ഏൽപ്പിച്ച് നകുലൻ യുധിഷ്ഠിരന്റെ മുന്നിൽ വണങ്ങി നിന്നു. അപ്പോൾ രാജസൂയം എന്ന മഹായജ്ഞം നടത്താനുള്ള എല്ലാ സാധനങ്ങളും ലഭിച്ചു കഴിഞ്ഞു. രാജാക്കന്മാരെല്ലാവരും വരാമെന്നേറ്റു. ഇനി ക്ഷണിക്കലാണ്. ദ്രോണരടക്കം എല്ലാവരെയും ക്ഷണിക്കാൻ യുധിഷ്ഠിരൻ ആജ്ഞാപിച്ചു. അങ്ങനെ സഹോദരന്മാർ അവരെയെല്ലാം ക്ഷണിക്കാൻ തീരുമാനിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ ഉൾപ്പെടെ. അങ്ങനെ ധർമ്മപുത്രരുടെ പ്രജാപരിപാലനത്തിനുള്ള ശുഷ്കാന്തിയും സത്യനിഷ്ഠയും കണ്ട ജനങ്ങൾ കർത്തവ്യനിഷ്ഠരായി തീർന്നു. നിയമാനുസൃതമായ കരം പിടിക്കലും ധർമാനുസാരമായ ഭരണവും അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിപ്പിച്ചു. ജനങ്ങൾ കർത്തവ്യനിഷ്ഠരായി തീരുകയും ചെയ്തു. കള്ളവും ചതിയുമില്ല, എങ്ങും സുഖവും സമൃദ്ധിയും, രാജഭണ്ഡാരങ്ങളൊക്കെ നിറഞ്ഞ് കുന്നുകൂടി. അങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. വേദസ്വരൂപനും ജ്ഞാനികൾക്ക് ധ്യാനം കൊണ്ട് അഭിഗമ്യനുമായ ദൈത്യാന്തകനും ഭക്തവത്സലനുമായ ഭഗവാൻ ആപത്തിൽ അഭയങ്കരനാകുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അളവറ്റ ധനവും സൈന്യബലത്തെയും കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് വന്നത്. യുധിഷ്ഠിരൻ ഭഗവാനോട് പറയും, ഹവനവും ബ്രാഹ്മണ സദ്യയും എനിക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങയുടെ സഹായം എനിക്ക് വേണം. യുധിഷ്ഠിരൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് തന്നെ ദീക്ഷ സ്വീകരിച്ചാലും. ദീക്ഷ എന്ന് വെച്ചാൽ വ്രതം. യാഗത്തിനായുള്ള വ്രതം അങ്ങ് തന്നെ തുടങ്ങി വെച്ചുകൊള്ളൂ. വിശിഷ്ടരെയെല്ലാം വിളിച്ചുകൊള്ളുക. എല്ലാം നേരെയാവും, എല്ലാം നടക്കും. അങ്ങ് ചക്രവർത്തിയാകുക തന്നെ ചെയ്യും. എൻ്റെ എല്ലാ പിന്തുണയും അങ്ങേക്ക് ഉണ്ടാവുകയും ചെയ്യും. ഭഗവാന്റെ ഈ ഉറപ്പ് കേട്ടിട്ട് യുധിഷ്ഠിരന് സന്തോഷമായി. ഉടനെ തന്നെ നകുലനോട് പറഞ്ഞു, യാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നീ തയ്യാറാക്കണം. അപ്പോൾ നകുലൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ മുന്നേ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. പരാശര മുനിക്ക് ദ്വീപിൽ ജനിച്ച കുട്ടിയല്ലേ വേദവ്യാസൻ. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് തന്നെ, കൃഷ്ണന്റെ വർണ്ണമുള്ളത് കൊണ്ട് തന്നെ, അതായത് നീലനിറത്തിൽ ഉള്ള ആളായതുകൊണ്ട് തന്നെ കൃഷ്ണൻ ദ്വൈപായനൻ എന്നാണല്ലോ വേദവ്യാസ മുനി അറിയപ്പെട്ടത്. അദ്ദേഹവും യാഗത്തിനായി അവിടെ എത്തിച്ചേർന്നു. യുധിഷ്ഠിരന് സന്തോഷമായി. ദൗമ്യൻ എന്ന പുരോഹിതനെ വിളിക്കാനും ബ്രാഹ്മണരെ കൂടി വിളിക്കാനും നകുലനോട് യുധിഷ്ഠിരൻ ആജ്ഞാപിക്കുകയും ചെയ്തു. മഹർഷിമാരുടെ പുത്രന്മാരൊക്കെ അവിടെ സദസ്യരായി അണിനിരന്നു. യജ്ഞത്തിലെ ബ്രഹ്മാവായി വേദവ്യാസ മുനി ചമ്രം പടിഞ്ഞ് ഇരുന്നു. സ്തേനത്തിന് ശേഷം യാഗശാലയുടെ പൂജയാണ് നടന്നത്. തുടർന്ന് ധാരാളം മന്ദിരങ്ങൾ ശില്പികൾ പണിയുകയാണ് ഉണ്ടായത്. തുടർന്ന് ഭീഷ്മർ, വിതുരർ, ദ്രോണർ, ശല്യർ, ശകുനി, കൃപർ, ദ്രോണർ, ദുര്യോധനാദികൾ, സുബലൻ, അങ്ങനെ എല്ലാവരും വന്നെത്തി. ദിഗ്വിജയത്തിൽ പരാജയപ്പെട്ട നൃപന്മാരും അവിടെ എത്തിച്ചേർന്നു. ഭക്ഷണശാലയുടെ മേൽനോട്ടം നടത്തിയത് ദുശാസനനാണ്. ബ്രാഹ്മണരെയൊക്കെ അശ്വത്ഥമാവാണ് സ്വീകരിച്ചത്. ദക്ഷിണ അതുപോലെ ആദരവിൻ്റെയൊക്കെ മേൽനോട്ടം കൃപാചാര്യർ വഹിച്ചു. ബ്രാഹ്മണരുടെ കാൽ കഴുകി ഭഗവാൻ തന്റെ കർത്തവ്യം നിർവഹിച്ചു. പ്രതീക്ഷിച്ചതിലേറെ ദക്ഷിണ ലഭിച്ച ബ്രാഹ്മണർ സന്തുഷ്ടരായി. അഗ്നികുണ്ഡങ്ങൾ 6 ഉണ്ടായിരുന്നു. എന്തായാലും യാഗം ഗംഭീരമായി തന്നെ നടക്കുകയാണ്. ആരെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്ന് ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിച്ചു. അതാ ഇരുന്ന് ജ്വലിക്കുന്ന നാരായണനായ ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ നീ അത് നൽകണം. അങ്ങനെ നൽകുകയും ശ്രീകൃഷ്ണ ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം പൂജിച്ചത് നാരായണനായ ഭഗവാനെയാണ്. നെയ്യും വെള്ളും ശർക്കരയും ഹോമത്തിൽ അർപ്പിച്ചു. എല്ലാ ദേവതകളും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. എല്ലാവരും യാഗത്തിൽ സംപ്രീതരായി. ശാസ്ത്രവിധി പ്രകാരമാണ് ഭഗവാൻ അത് സ്വീകരിച്ചത്. ഇതിലെല്ലാം അസൂയ മൂത്ത ശിശുപാലൻ എന്ന രാജാവ് അവിടെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഭീഷ്മരെ, നിങ്ങൾ നപുംസകമാണ്, ആണുമല്ല പെണ്ണുമല്ല.
നിങ്ങളുടെ ബ്രഹ്മചര്യം തന്നെ ശരിയല്ല. നിങ്ങൾക്ക് പ്രായമായി. എന്നിട്ടാണോ ഇത്രയും പ്രായമുള്ള ആളുകൾ ഇരിക്കുമ്പോൾ രാജാവൊന്നുമല്ലാത്ത ഈ ഒരു ശ്രീകൃഷ്ണനെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്? നിങ്ങൾക്ക് വിവരമില്ലേ? ഭീഷ്മരെ ശിശുപാലൻ വെല്ലുവിളിച്ചു. ഋതിക്കല്ലാത്ത, ആചാര്യനല്ലാത്ത, രാജാവല്ലാത്ത ഈ കൃഷ്ണനെ എന്തിന് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു? മാത്രമല്ല, സ്ത്രീയെ വധിച്ചവനാണ് ശ്രീകൃഷ്ണൻ. സ്വന്തം അമ്മാവനെ വധിച്ചവനാണ് ശ്രീകൃഷ്ണൻ. ഒരുപാട് സ്ത്രീകളെ ഏറ്റെടുത്തവനാണ് ശ്രീകൃഷ്ണൻ. ഇതെല്ലാം തെറ്റല്ലേ? ശിശുപാലൻ സഭയിൽ എണീറ്റ് നിന്ന് ചോദിച്ചു. ഒരുപാട് അപമാനപ്പെടുത്തും വിധം ഭഗവാനെ അധിക്ഷേപിച്ചു. ഭീഷ്മരെ പറഞ്ഞ വാക്കുകളൊക്കെ പലർക്കും ദേഷ്യമുളവാക്കി. ഭീമൻ ചാടി എഴുന്നേറ്റു. ഇവനെ ഇപ്പം തീർത്തിട്ടെന്നെ കാര്യമെന്ന് പറഞ്ഞു. എന്തായാലും ഭീഷ്മർ സംയമനം പാലിക്കാൻ ഭീമനോട് ആവശ്യപ്പെട്ടു. വിളിക്കാതെ ഒളിച്ചും പതുങ്ങിയും വന്ന് നെയ്പാത്രത്തിലെ നെയ്യ് നക്കി തിന്നുന്ന പട്ടിയെപ്പോലെ വന്നത് നീയാണ് ശിശുപാല, ഞാനല്ല. ഭഗവാൻ ശിശുപാലനോട് ഇങ്ങനെ പറഞ്ഞു. ഇത്രയും രാജാക്കന്മാരുടെ മുന്നിൽ, സ്ത്രീകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട ശിശുപാലന് ദേഷ്യം മുളച്ചു പൊന്തി. ഞാനിതാ സേനാധിപതിയായി ഇവിടെ നിൽക്കുകയാണ്. എന്നോട് യുദ്ധം ചെയ്യാൻ വന്നുകൊള്ളുക. ശ്രീകൃഷ്ണനെ ഒരുപാട് ചീത്തവിളികളുമായി ശിശുപാലൻ നടുത്തളത്തിലേക്ക് ഇറങ്ങി. 3 ലോകങ്ങൾക്കും അധിപനായ സർവശ്രേഷ്ഠനായ പരബ്രഹ്മമായ ശ്രീകൃഷ്ണനെ അപമാനിച്ച ശിശുപാലനെ കണ്ട് ഭീഷ്മർക്ക് കലി കയറി. ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു, നമ്മളിപ്പോൾ സംയമനം പാലിക്കണം. അതുകൊണ്ട് തന്നെ അവനോട് ഒന്നും ആരും പറയണ്ട, മൗനമായിരിക്കാൻ ഭീഷ്മർ എല്ലാവരോടും പറഞ്ഞു. ശ്രേഷ്ഠന്മാരടക്കം പൂജിക്കുന്ന ഭഗവാനെയാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. അനേകായിരം യുദ്ധങ്ങൾ ഭഗവാനും ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കുറവ്? അദ്ദേഹം ധർമ്മത്തിന്റെ കൂടെയാണ് നിന്നത്. ഭഗവാനെ അപമാനിക്കുന്നത് കണ്ട്, ഭീഷ്മരെ തെറിവിളിക്കുന്നത് കണ്ട് സഹദേവന് സഹിച്ചില്ല. അവൻ നിലത്ത് തൻ്റെ കാല് ആഞ്ഞു ചവിട്ടി. ഭൂമി കുലുങ്ങുന്ന പോലെ തോന്നി. പുഷ്പവൃഷ്ടിയുണ്ടായി ആകാശത്തു നിന്നും. ബലെ ബലെ എന്ന ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സഹദേവൻ അരിശം മൂത്ത് ഇവനെ ഞാൻ ഇപ്പോൾ വധിക്കുമെന്ന് ഉറക്കെ പറഞ്ഞു. ഭീമന്റെ കൈ മുഷ്ടി ചുരുട്ടി അമർത്തി ചുരുട്ടി ശബ്ദമിങ്ങനെ ആകാശത്ത് അലയടിച്ചു. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഭീഷ്മർ. ഭഗവാൻ അത് തീരുമാനിക്കട്ടെ. അടുത്ത ഭാഗത്ത് ശിശുപാലൻ എന്തു പറ്റി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്താകും? ശിശുപാലനും ശ്രീകൃഷ്ണ ഭഗവാനും യുദ്ധമുണ്ടാകുമോ? ശിശുപാലനെ ഭഗവാൻ വധിക്കുമോ? എന്നീ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ.